ശശിപോറ്റി, ശശിപോറ്റി, ആരാണോ രാവിലെ? ആശാനെ, ആശാന എടാ നിന്നെ എന്താ 2 ദിവസം കൊണ്ട് കാണാത്ത? കുറെ കസ്റ്റമർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആശാനെ, ആശാനൊന്നും തോന്നില്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ തലേന്ന് പിറ്റേന്നോട്ട് നിശ്ചയം കല്യാണം നടത്തി. എടാ ഞാൻ പ്രേമിച്ച പെണ്ണിനെ കൊണ്ട് നീ കടന്നു കളഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞ്. ഇതൊക്കെ ഞാൻ അറിഞ്ഞ് വേറൊരു കാര്യം അറിയാൻ വേണ്ടിയാ വന്നത്. എന്ത് കാര്യം ആശാ? കുട്ടപ്പനാശാനെ എന്ത് കാര്യം? അതൊക്കെ സംസാരിക്കാം, നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം. എടാ എങ്കിലും ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്താ ആശാനെ? എന്നെ ഒരു കൊച്ചു ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ, അതറിയാനാ വന്നത്. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. മോളെ സുഖു, നീ പോയി ചായ എടുത്തിട്ട് വാ. ആരാ ചേട്ടാ വന്നത്? ഓ പോറ്റിയോ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം കേട്ടോ. എടാ നീ ചായയൊക്കെ തന്നെ സുഖിപ്പിക്കണ്ട, മറ്റേത് ആരാന്ന് പറ. ഞാൻ അവളുടെ അടുത്തൊന്നും ചോദിക്കട്ടെ, അവളുടെ കൂട്ടുകാരിയാണ്, നമുക്ക് ചോദിച്ചിട്ട് വരാം. മോളെ സുഗന്യെ, എടി നിന്റെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടാകും? കുട്ടപ്പം പൊറ്റിക്കെന്ന് ആലോചിക്കാനാ. ആരായാലും മതി, കുഴപ്പമില്ല. ഒരാളുണ്ട് ചേട്ടാ. അതാരാ പറ. ദോഷം ആ ദോഷം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ആ പോങ്ങനെ ആരായാലും മതി. നമുക്ക് 2 കല്യാണം നടത്തിയപ്പോഴത്തേക്കും അവളുടെ ചെറുക്കന്മാര് ചത്തുപോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ പോണെങ്കിൽ പോട്ട്, അത് കുഴപ്പമില്ല. ആദ്യത്തെ കല്യാണം അമ്പലത്തിൽ വെച്ചായിരുന്നു. കല്യാണം കെട്ടാനായിട്ട് വന്നപ്പോഴത്തേക്കും തെങ്ങിന്ന് തേങ്ങ വന്നു വീണ് ആള് ചത്തു. അയ്യോ, രണ്ടാമത്തതോ? രണ്ടാമത്തത് ചെറുക്കൻ കെട്ടാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഹാർട്ട് അറ്റാക്ക് വന്നാണ് രണ്ടാമത്തെ ആള് ചത്തത്. മൂന്നാമത്തെ ഇത് കല്യാണം കഴിക്കാനായിട്ട് വരുന്ന വഴി വണ്ടി ഇടിച്ചത്. മതി മതി, ഇത്രയും പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അങ്ങേർക്കല്ലേ അങ്ങേര് ചോദിച്ചൊക്കെ ചെയ്ത് നേരെയൊക്കെ എടുത്തോളൂ. നാളെ കാളെ വിളി, നമുക്ക് ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറ. എന്നാ ഞാൻ അവളെ വിളിക്കാൻ ചേട്ടാ. ഹായ് എടീ സുകന്യേ, നിന്റെ കൂട്ടുകാരി വേണ്ട ഒന്ന്. എടാ ശശിയേ, എനിക്ക് ഇതിനെ തന്നെ മതി. ഇതാണ് എന്റെ ചേട്ടൻ. എനിക്ക് ഇതിനെ തന്നെ മതി. അയ്യോ. അങ്ങനെ കുട്ടപ്പൻ പൂറ്റിയുടെ കാര്യത്തിലും തീരുമാനമായി. ശുഭം.